ഇന്നത്തെ നമ്മുടെ വർക്ക് ഈ കിടക്കുന്ന വണ്ടിയാണ്. ഇതൊരു ആൾട്ടോ LX വേരിയൻറ്റിൽ പെടുന്ന വണ്ടിയാണ് കേട്ടോ. 2011-12 മോഡലാണ്. അപ്പം ഇതിൽ വന്നിട്ട് പവർ സ്റ്റിയറിംഗ് ഇല്ല. അപ്പം നമുക്കിതിന് പവർ സ്റ്റിയറിംഗ് മാത്രമല്ല, പവർ സ്റ്റിയറിംഗും ആക്കണം. അത് കൂടാണ്ട് ഇതിൽ ഫ്യൂവലിട്ട് കീയിലാണ് ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ഫ്യൂവലിട്ടിനെ നമുക്ക് ഇതിലോട്ട് കേബിളിലോട്ട് ആക്കണം, ബബിളിലോട്ട് ആക്കണം. അപ്പോൾ അത് രണ്ടുമാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. പവർ സ്റ്റിയറിംഗ് ആക്കാനായിട്ട് നമ്മളതാ നോക്കൂ, ഇതിൻ്റെ സ്റ്റിയറിംഗ് കോളം എല്ലാം ഇളക്കിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വയറിങ് ചെയ്യണം, പുതിയ പവർ സ്റ്റിയറിംഗ് മെക്കാനിസം അലൈൻ ചെയ്യണം, ഫിറ്റ് ചെയ്യണം. അത്രയാണുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത് വയറിങ്ങിലോട്ട് പോകാം. 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആൾട്ടോണ് LX ആക്കേണ്ട വയറിംഗ് കിറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതാണ് വയറിംഗ് കിറ്റ്. ഇത് നമ്മൾ കണ്ടോ, ഈ കപ്ലർ നമ്മൾ വേറൊരു പഴയ ആൾട്ടോയിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന കപ്ലറാണ്. സെയിം ഒറിജിനൽ LXക്ക് വരുന്ന കപ്ലറാണ്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ്. അത് കൂടാണ്ട് ഈ കപ്ലറിൽ ടോട്ടൽ വന്നിട്ട് 6 വയറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ കണക്ഷൻ വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും റഫായിട്ട് പറഞ്ഞുതരാം. ഇതിലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് വരും. അതിൽ പ്യൂർ ആയിട്ടുള്ള പോസിറ്റീവാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് വയർ വരും. അതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് അത് തിക്കായിട്ടുള്ള വയറാണ്. അതിൽ എർത്താണ് കൊടുക്കേണ്ടത്, ഡയറക്റ്റ് എർത്ത്. അത് കൂടാണ്ട് ഇതിൽ നോക്കൂ, ഇത് കളർ കോഡ് ബേസിൽ ഒരു ലൈൻ മാത്രമേ പറയാൻ പറ്റൂ. ബാക്കി പലതിലും പല ടൈപ്പ് കളർ കോഡാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു തിക്ക് കുറഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വയറാണ്. അതിലോട്ട് നമ്മൾ ഇഗ്നീഷൻ്റെ പ്ലസ് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തൊട്ട് നെക്സ്റ്റ് വരുന്ന വയറിൽ നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ സെൻസറിൻ്റെ ലൈൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തൊട്ട് പിറകിൽ വരുന്ന ലൈനിൽ നമ്മൾ RPMൻ്റെ ഇത് കൊടുക്കണം. ഇത് നമുക്ക് 2010 വരെയുള്ള വണ്ടികളിൽ സ്പീഡോമീറ്ററിൻ്റെ അവിടെ നിന്നും ECM ഒന്നും ആയിട്ട് കിട്ടും. പക്ഷേ ഇത് 11 ന്യൂ ഷേപ്പ് വണ്ടിയാണ്, ഇഗ്നിഷൻ ടൈപ്പ് വരുന്ന വണ്ടിയാണ്. ഇതിൽ നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ അവിടെ നിന്ന് ഈ കണക്ഷൻ കിട്ടത്തില്ല. അത് എവിടെ നിന്ന് കിട്ടത്തുള്ളൂ? അത് നമുക്ക് ECM നിന്ന് ഡയറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണം ECM എന്ന് എടുക്കണം. ആ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടെണ്ണം ECM എന്ന് എടുക്കണം. അപ്പോൾ വയറിംഗ് കിറ്റിൻ്റെ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ഈ വണ്ടിയിലോട്ട് അറ്റാച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വണ്ടിയിലോട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പവർ സ്റ്റിയറിംഗിലാണ്. അതായത് കണ്ട, ഇത് നോക്കൂ, ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള മാനുവൽ മെക്കാനിസമാണ്. ഇതിനെ മാറ്റിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഇലക്ട്രോണിക്സ് മെക്കാനിസം ഫിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി നോക്കൂ, നമ്മൾ ക്യൂട്ടായിട്ടുള്ള കണ്ടോ ഒരു മിഷൻ അസംബ്ലിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ യൂസ്ഡ് സ്പെയർ ഡിവിഷൻ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ചെയ്യണമെങ്കിലോ വേണമെങ്കിലോ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ വിത്തിൻ 2 hours ഫിറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് മെക്കാനിസം. ഇതാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന്. ഇത് ആൾട്ടോ LX ആണ് കേട്ടോ. LX ആക്കേണ്ട വയറിങ്ങിൻ്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതാ നോക്കൂ, ഇതാണ് ഇത് നമ്മൾ കണ്ടോ അഡീഷണൽ ആയിട്ട് പവർ സ്റ്റിയറിങ്ങിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മോഡ്യൂളും അതിൻ്റെ സിസ്റ്റവും കമ്പനിയിൽ നിന്ന് വരുന്ന സെയിം തീം തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലോട്ട് കടക്കാം. ഇപ്പോൾ വയറിങ് ഫുൾ ഇതിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തീം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ള. ഇനി അടുത്ത് നെക്സ്റ്റ് നമുക്ക് ഇൻസ്റ്റാളേഷനാണ്. നമ്മുടെ ആൾട്ടോയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് LX ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്റ്റിയറിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഉണ്ടോ, മുമ്പ് ഇത് LX ആയിരുന്നു. ഒന്ന് സ്റ്റിയറിങ് അനക്കണമെങ്കിൽ 2 പേരെ സപ്പോർട്ട് വേണമായിരുന്നു. ഇപ്പം എന്താ നോക്കൂ, നമുക്ക് കണ്ട കൂളായിട്ട് കണ്ട സിമ്പിളായിട്ട് നല്ല ക്യൂട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ വണ്ടി ആർക്ക് വേണം ഉപയോഗിക്കാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് കണ്ടീഷനാണ് കേട്ടോ. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, നമുക്ക് കണ്ടോ ഒറ്റ വിരൽ കൊണ്ട് ഇതിനെ കറക്കി എടുക്കാൻ പറ്റും. കണ്ട അത്രയും കണ്ട് ലൂസായിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടോ, ഈ വണ്ടിയിൽ വന്നപ്പോഴത്തേക്ക് ഇതിൽ ഫ്യൂവലിട്ടില്ലായിരുന്നു. ഫ്യൂവലിട്ട് കേബിളിലല്ലായിരുന്നു. നമ്മളിതിൽ കീയിലാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ കണ്ടോ ഇത് കേബിളിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് കൂടെ കാണിച്ചു തരാം. അതാ നോക്കൂ, ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മെക്കാനിസം ഫിറ്റ് ചെയ്ത് ഇതിനെ നമ്മൾ കേബിളിലോട്ടുകൂടി കൺട്രോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കീ ഊരി ഇത് ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഒറിജിനൽ LX എങ്ങനെ വരുന്നോ അതേ കണക്ക് നമുക്കിതിനെ കേബിളിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കീയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.